ശിവക്ഷേത്രത്തിൽ ഈ 2 വഴിപാടുകളും വർഷത്തിലൊരിക്കൽ കഴിപ്പിച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിതം രക്ഷപ്പെടും. ഈ 2 വഴിപാടുകളും തിങ്കൾ, തിരുവാതിര, പ്രദോഷം, ശനി എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ചെയ്യുന്നതാണ് ഉത്തമം. കുടുംബത്തിലുള്ള എല്ലാ കഷ്ടതകളും നീങ്ങി ആയുസ്, രോഗദുരിതശാന്തി, സമാധാനം ഇവ ലഭിക്കും. വിട്ടുമാറാത്ത അസുഖങ്ങളും രോഗദുരിതങ്ങളും അനുഭവിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ മാസത്തിൽ 1 തവണ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വളരെയധികം മാറ്റമുണ്ടാകും, രോഗശമനമുണ്ടാകും, മരണഭയം ഇല്ലാതാകും. അപകട മരണങ്ങളിൽ നിന്നും ഒരു രക്ഷാകവചം പോലെ ശിവഭഗവാൻ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. ശിവഭഗവാന്റെ സംരക്ഷണത്തിൽ നിങ്ങൾ ധന്യരാവുകയും ചെയ്യും. ദുരിതങ്ങൾ അനുഭവിച്ച ഒരുപാട് പേരെ ഇപ്രകാരം ഉള്ള അർച്ചനകളും പുഷ്പാഞ്ജലിയുമൊക്കെ കഴിപ്പിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി വീട്, ഭൂമി, തൊഴിൽ, നല്ല ഒരു കുടുംബം ഇവ ലഭിക്കാനും ശിവഭഗവാനെ പ്രദോഷവേളയിൽ തൊഴുന്നതും പ്രദോഷസന്ധ്യയിൽ പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ശിവക്ഷേത്രത്തിൽ ഈ 2 വഴിപാടുകളും വർഷത്തിലൊരിക്കൽ കഴിപ്പിച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിതം രക്ഷപ്പെടും. ഈ 2 വഴിപാടുകളും തിങ്കൾ, തിരുവാതിര, പ്രദോഷം, ശനി എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ചെയ്യുന്നതാണ് ഉത്തമം. കുടുംബത്തിലുള്ള എല്ലാ കഷ്ടതകളും നീങ്ങി ആയുസ്, രോഗദുരിതശാന്തി, സമാധാനം ഇവ ലഭിക്കും. അപകട മരണങ്ങളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. മൃത്യുഞ്ജയ മന്ത്രം ഇതാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത്. ഇതാണ് മൃത്യുഞ്ജയ മന്ത്രം. അപകട മരണങ്ങളിൽ നിന്നും മരണഭയത്തിൽ നിന്നും രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് പോലും ഇത് ജപിക്കാവുന്നതാണ്. അവർക്ക് വേണ്ടി മറ്റുള്ളവർക്കും ബന്ധുക്കൾക്കും ജപിക്കാവുന്നതാണ്. മാറ്റമുണ്ടാകും. ശിവഭഗവാന്റെ ഒരു രക്ഷാകവചം നമുക്ക് ഉണ്ടാകും. ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ധന്യരാവുകയും കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. മൃത്യുഞ്ജയ മന്ത്രം കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിരിക്കാം. അറിഞ്ഞുകൂടാത്തവർ നോക്കി ജപിക്കുക. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഓം നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വരുന്ന ശിവരാത്രി ദിവസം എല്ലാവരും ക്ഷേത്രദർശനം നടത്തി നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ പറഞ്ഞ് ശിവഭഗവാന്റെ അനുഗ്രഹം നേടണം. ശിവകവചം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അതീവ ശക്തിയേറിയ ഒരു കവചമന്ത്രമാണ് ശിവകവചം. ഇത് തിരുവാതിര നക്ഷത്ര ദിവസമോ തിങ്കളാഴ്ചയോ ഒക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മനുഷ്യർ, യക്ഷി, പിശാച്, പ്രേതബാധ, രക്തരക്ഷസ് തുടങ്ങിയ ദുർശക്തികളിൽ നിന്നും ഈ ശിവകവചം നമ്മെ സംരക്ഷിക്കും. കൂടാതെ പ്രാക്കുദോഷം, കൈവിഷബാധ, ദുർമന്ത്രം, മരണഭയം, അപകടങ്ങൾ എന്നിവയിൽ നിന്നും സകല ദോഷങ്ങളിൽ നിന്നും ഈ കവചം നമ്മെ രക്ഷിക്കും. ശിവകവച സ്തോത്രം ഇത് ജപിക്കുക. ഇത്തരം ശക്തിയേറിയ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതോടുകൂടി നമ്മുടെ ഏതാഗ്രഹവും ഭഗവാൻ നടത്തിത്തരും. എന്താഗ്രഹിച്ചാലും അത് നടക്കും. അത്രയ്ക്ക് ശക്തമാണ് ഈ മന്ത്രം. എല്ലാ ദിവസവും വേണമെങ്കിലും വിളക്കിന് മുന്നിൽ ജപിക്കാവുന്നതാണ്. ഈ കവചമന്ത്രം ജപിക്കുന്ന ദിവസങ്ങളിൽ മത്സ്യം, മാംസം ഇവ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. 21 ദിവസമോ അതിൽ കൂടുതലോ ഈ അത്ഭുത മന്ത്രം ജപിക്കുന്നത് മൂലം ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരും. ശിവ പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കുന്നതും വളരെ വിശേഷമാണ്. പഞ്ചാക്ഷരി സ്തോത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വരികൾ ഇങ്ങനെയാണ്: നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. നമഃ ശിവായ, നമഃ ശിവായ, ഓം നമഃ ശിവായ. മന്ദാകിനേ സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദ നാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ.
നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. ഇതാണ് പഞ്ചാക്ഷരി സ്തോത്രം. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹവും മനസമാധാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യവും സർവശക്തൻ തന്ന് രക്ഷിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.